ഇപ്പോഴത്തെ ഏറ്റവും വലിയ അന്തർദേശീയ ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന ഉത്തരം ഇറാൻ അമേരിക്ക യുദ്ധമാണെന്നതാകും. ഓരോ ദിനവും കഴിയുന്തോറും പരസ്പരം കൊമ്പുകോർത്തും കോപ്പ് കൂട്ടിയും ഇരു രാജ്യങ്ങളും പരസ്പരം മത്സരിക്കുകയാണ്. യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാമെന്ന സ്ഥിതിയാണുള്ളത്. അമേരിക്കയും ഇറാനും സൈനിക സംഘർഷത്തിന് തയ്യാറെടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ആശങ്ക ഉയരുന്നത് പേർഷ്യൻ ഗൾഫിൽ നിന്നാണ്. അമേരിക്കയും ഇറാനും സൈനികപരമായ നീക്കങ്ങൾ ശക്തമാക്കുന്നുവെന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തയായി വരുന്നത്. ഇറാൻ ഒരു ഭാഗത്തും അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ട് മറുവശത്ത് സഖ്യമായി നിന്നുമാണ് ഇപ്പോഴത്തെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരായ വലിയ ആക്രമണത്തിനായി സൈനിക ശക്തികളെ ഒരുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കി പറയുന്നത്. വെബ്സൈറ്റായ സൺ മീഡിയ പോർട്ടലിൽ ഒരു ഇസ്രായേലി സൈനിക മേധാവിയെ ഉദ്ധരിച്ചു പറയുന്നത് പ്രകാരം ഇസ്രായേൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇറാന്റെ ആണവ ഫെസിലിറ്റികളെ നേരിടാൻ വലിയ ശ്രമങ്ങൾ നടത്തി വരുന്നതെന്നാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ തകർക്കാനുള്ള ഒരു രഹസ്യായുധം വികസിപ്പിച്ചിട്ടുണ്ടെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെ നശിപ്പിക്കാൻ നിർണായകമാകുന്ന രഹസ്യായുധമാണ് ഇസ്രായേൽ അമേരിക്ക കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്നത്. ഇസ്രായേലും അമേരിക്കയും ശക്തമായ പ്രതിരോധത്തിനായി റഡാർ സംവിധാനങ്ങളുമായി സൈനിക ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായും വാർത്തകളുണ്ട്. അമേരിക്കയുടെ അധീനതയിലുള്ള ദ്വീപ് പ്രദേശമായ ഡിയാഗോ ഗാർസിയെ ഒരു സൈനിക കോട്ടയായി മാറ്റിയിരിക്കുകയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം USS കാൾ വിൻസൻ അതുപോലെ USS ഹാരി എസ് ട്രൂമാൻ എന്നീ 2 വിമാന നാവികസേന ഗ്രൂപ്പുകളും F-35 സ്റ്റെൽത്ത് ഫൈറ്ററുകളും പാട്രിയോട്ട് മിസൈലുകളും ആണവശക്തിയുള്ള B-2 ബോംബേഴ്സും ഡിയാഗോ ഗാർസയിലെ സൈനിക കേന്ദ്രത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. മറുവശത്ത് ഇറാന്റെ ആണവ പദ്ധതി അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതിനു പുറമെ ഇറാൻ തൻ്റെ സൈനിക ശക്തിയെ പരമാവധി മുന്നറിയിപ്പുകൾ നൽകി സജ്ജീകരിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഭൂഗർഭറയിലെ ആയുധപ്പുരകളും പേർഷ്യൻ കടലിലെ സജ്ജീകരണങ്ങളും മോക്ക് ഡ്രില്ലുകളുമെല്ലാം ലോകത്തെ തന്നെ കാണിച്ച് തങ്ങൾ തയ്യാറാണെന്ന് വിളിച്ചു പറയാനും ഇറാൻ മടി കാണിക്കുന്നില്ല. അമേരിക്ക ഇസ്രായേൽ യുദ്ധ സജ്ജീകരണങ്ങൾ രഹസ്യമായി നടക്കുമ്പോൾ തങ്ങളുടെ ശക്തിയെ തുറന്നു കാണിച്ചാണ് ഇറാന്റെ ഒരുക്കങ്ങൾ നടക്കുന്നത്. എന്നാൽ തുറന്നു കാണിച്ചത് അവരുടെ ശക്തിയുടെ ചെറിയ ഭാഗം മാത്രമായിരിക്കുമെന്ന വിലയിരുത്തലും വരുന്നുണ്ട്. സൈനിക ശേഷി മുഴുവൻ കാണിക്കുന്നത് ശത്രുവിനെ സഹായിക്കൽ ആകുന്നതിനാൽ ഒരറ്റം മാത്രം കാണിച്ച് ഭയം വിതറാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്ന ആരോപണങ്ങളും ഉണ്ട്. ഒരുക്കങ്ങൾക്കൊപ്പം തങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ അമേരിക്ക ഉപയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ വഴികളെയും അടക്കാനും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം തങ്ങളുടെ അയൽ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകിയത്. ഇറാഖ്, കുവൈത്ത്, UAE, ഖത്തർ, ബഹ്റൈൻ, തുർക്കി എന്നീ രാജ്യങ്ങൾക്കാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഉണ്ടായത്. മുന്നറിയിപ്പിനേക്കാൾ ഭീഷണി എന്ന നിലയിലാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അയൽ രാജ്യങ്ങൾക്കുള്ള തങ്ങളുടെ സന്ദേശം അറിയിച്ചത്. US-ന് സൈനിക താവളം അനുവദിച്ചാൽ അത് തങ്ങളോടുള്ള യുദ്ധമായി കണക്കുവെക്കുമെന്നായിരുന്നു അയൽ രാഷ്ട്രങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. അങ്ങനെ നൽകുന്നവർ നാശങ്ങൾ നേരിടാൻ തയ്യാറാകണമെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഖമേനി പറഞ്ഞു. ഇതിനിടെ തന്നെ ചർച്ചയുടെ സാധ്യതയും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ഏറെക്കാലമായി ഒമാനെ ഇടനിലക്കാരാക്കിയാണ് ഇറാൻ അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നത്. ആ വഴി തന്നെ ചർച്ച തുടരാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ വിഷയത്തിൽ രാഷ്ട്രീയമായി പരിഹാരം കാണാൻ അമേരിക്ക തൽപരരാണോ എന്ന കാര്യത്തിൽ ഇറാന് സംശയമുണ്ട്. ഈ സംശയം ഇറാൻ പങ്കുവച്ചതോടെയാണ് ട്രംപ് സൈനിക നീക്കത്തെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കുകയാണെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇറാന് നേരെ ശക്തമായ ആക്രമണത്തിനുള്ള പടയൊരുക്കം അണിയറയിൽ നടക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് US സെൻട്രൽ കമാൻഡർ ജനറൽ മൈക്കൽ കുറെ ഇസ്രായേൽ സന്ദർശിച്ചത്. IDF തലവൻ ഇയാൻ സമീറുമായി നടന്ന പ്രത്യേക കൂടിക്കാഴ്ചയിൽ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികളാണ് ചർച്ചയായതെന്നാണ് വിവരം. ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുകയും ചെയ്തു. ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റ ശേഷം ഇത് 2ാം തവണയാണ് നെതന്യാഹു വൈറ്റ് ഹൗസിലെത്തുന്നത്. അമേരിക്കയുടെ പുതിയ തീരുവ വിഷയം ചർച്ച ചെയ്യാനാണ് പെട്ടെന്നുള്ള US യാത്രാ പ്ലാൻ എന്നാണ് പുറത്തു നൽകുന്ന വിശദീകരണം. എന്നാൽ ഇറാൻ ആക്രമണവും ഗസയുമായിരിക്കും കൂടിക്കാഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വിഷയമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. യുദ്ധത്തിലേക്ക് നീങ്ങുന്ന കാര്യങ്ങൾ ഇരുപക്ഷത്തും അതിവേഗം നീങ്ങുന്നതായാണ് ഇപ്പോഴത്തെ സൂചനകളെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുക. ആക്രമണം ആരുടെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടാകുമെന്ന ആശങ്കയാണ് അന്തർദേശീയ മാധ്യമങ്ങളും പങ്കുവെക്കുന്നത്. യുദ്ധമുണ്ടായാൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഇരുഭാഗത്തും ഒട്ടും ചെറുതാകില്ല. Waytonikah.com, the exclusive Muslim matrimonial site.